ഗവർണർ ഉന്നയിച്ച വിമർശനങ്ങൾക്കുൾപ്പെടെ മറുപടി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന ഗവർണർ സർക്കാർ സംഘർഷത്തിൽ അതിൽ മുഖ്യമന്ത്രി നിലപാട് പറയുകയായിരുന്നു. ഒപ്പം ഇന്ന് ഏറ്റവും ഒടുവിലായി വന്ന ഗവർണർക്ക് CRPF സുരക്ഷ ഏർപ്പെടുത്തിയ ഗവർണർ സംസ്ഥാന പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയും ഒക്കെ വിമർശിച്ച സാഹചര്യങ്ങളോടൊക്കെയുള്ള പ്രതികരണം. ഒപ്പം പ്രതിപക്ഷത്തിന് കൂടി വിമർശനമുണ്ട്. പ്രതിപക്ഷം ഗവർണർക്കൊപ്പം നിൽക്കുന്നു വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഷഫീദ് റാവുത്തർ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ നില തുടരും, കേന്ദ്രം നിലപാടെടുക്കും വരെ ഇതേ നിലയിൽ സർക്കാർ പ്രതികരിക്കുമെന്നത്, ഈ സംഘർഷങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാരില്ല, ഗവർണറുമായി ഒരു അനുനയത്തിനുമില്ല എന്ന നിലപാട് ഉറക്കെ പറയുകയല്ലേ? ഗോകുൽ, ഉറപ്പായിട്ടും. കാരണം അതിൽ തർക്കമൊന്നും വേണ്ട. ഗവർണറുമായി സംസ്ഥാന സർക്കാരിന് ഇനി ഒരു സന്ധി ഉണ്ടാവില്ല. അത് കേന്ദ്ര സർക്കാർ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് നടന്ന സംഭവങ്ങൾ മുഖ്യമന്ത്രി പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തന്നെയാണ് വന്നത്. മുഖ്യമന്ത്രി ആദ്യം തന്നെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ചോദ്യങ്ങളും പറയൂ, എല്ലാത്തിനുള്ള ഉത്തരം ഒരുമിച്ച് തരാം എന്നുള്ളതാണ്. അതിനുശേഷം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം അത് മുഖ്യമന്ത്രി തുടരുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി ഗവർണർ സംസ്ഥാനത്ത് പ്രത്യേക നിലപാട് സ്വീകരിച്ചു വരുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് എതിരെ വ്യത്യസ്തമായ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകാം, എന്നാൽ അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടത് അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ്. ഈ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിയായിട്ടുള്ള തനിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധം ഉയരുമ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് എന്ത് നടപടി എടുക്കുന്നു എന്ന് ഇറങ്ങി നോക്കുന്ന അധികാരിയെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലോ രാജ്യത്തിന്റെ ചരിത്രത്തിലോ എവിടെയെങ്കിലും മുൻപ് കണ്ടിട്ടുണ്ടോ എന്നുള്ള ഒരു മറുചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഗവർണർ എന്തിന് ഇത്തരത്തിൽ പെരുമാറുന്നു? കോഴിക്കോടടക്കം പോലീസ് സുരക്ഷ ഒരുക്കാൻ പോയപ്പോൾ പോലീസ് വേണ്ട എന്ന് പറഞ്ഞത് ഗവർണർ തന്നെയാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള നില സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഒരു ചോദ്യമായി ചോദിക്കുന്നത്. അടക്കമുള്ള നടപടികൾ സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. FIR-ന് വേണ്ടി നടുറോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്നത് ഏത് രീതിയാണ്? അതും ഇത്രയും വലിയ സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള ഒരാൾ. തീർച്ചയായും ഗവർണർക്കെതിരെ പരിഹാസമുണ്ട്. ഒപ്പം CRPF എന്ത് ചെയ്യും സംസ്ഥാനത്ത് എന്ന പരിഹാസം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായിരുന്നു. ആ വിവരങ്ങളിലേക്കൊക്കെ വരാം.